ഏകദേശം 1 ലക്ഷം രൂപ മുടക്കി ഞാൻ എന്തിന് ഒരു വിവോ ഫോൺ മേടിക്കണം? ആ പ്രൈസിന് എനിക്കൊരു S25 അൾട്രയോ ഒരു ഐഫോണോ വാങ്ങിപ്പോയാൽ പോരെ? ബൈ ദ വേ, ഇത് സ്പെസിഫിക്കേഷൻ പറയുന്ന വീഡിയോ അല്ല. ഞാൻ ഇത് ഏകദേശം 1 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഫോൺ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. കാരണം ഒരു ഫോണും പെർഫെക്റ്റ് എന്ന് പറയില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം മേടിക്കുക. ശരിയാണ്, ഇതിൻ്റെ ഡിസൈനും ബിൽഡും കണ്ടു കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് ഡിജിറ്റൽ ക്യാമറ നമ്മൾ കൈ കൊണ്ട് നടക്കുന്ന പോലെ ഇരിക്കും. ഒരു ഫോണാണ് എന്ന് നമുക്ക് തോന്നാൻ പ്രയാസമാണ്. അതായത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുള്ള ഒരു റിംഗ് ഒക്കെ കണ്ടു, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ക്യാമറ കൈ കൊണ്ട് നടക്കുന്ന ഒരു പോലത്തെ ഒരു ഫീലാണ്. ഞാൻ ഓൾസോ കാണുന്ന പോലെ ക്യാമറ മൊഡ്യൂൾ അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. ഏകദേശം 226 ഗ്രാമോളമാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ ഇതുകൊണ്ടോ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഞാൻ ഒരൊറ്റ വിരൽ ഇങ്ങനെ മിഡിൽ വെച്ചേക്കണം നോക്കി, എന്നിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് ചാടിപ്പോകുന്ന ഒരു ഫീൽ ഇല്ല. അതേപോലെ IP റേറ്റിംഗ് ഉള്ള ഫോണാണ്. IP68 IP69 ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ ഫോൺ കൈ പിടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഫീൽ ഉണ്ട്. മോറോവർ ആൻഡല കട്ടൗട്ട്സ് ഉള്ള ഫ്രെയിമാണ്, അതായത് അലുമിനിയം അലോയ് ഫ്രെയിമാണ്. ആൻഡ് ബാക്ക് സൈഡ് ഇതൊരു ഫൈബർ ഗ്ലാസ് ബാക്കാണ്. അതുകൊണ്ട് കൈ പിടിക്കുമ്പോൾ ഒരു ഗ്ലാസ് ബാക്കിൻ്റെ ആ ഒരു പ്രീമിയംനെസ് കിട്ടും. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ്ങറുമാണ്. പിന്നെ ഒരു വളരെ നല്ല കാര്യം എന്താ വെച്ചാൽ ബോക്സിൻ്റെ കൂടെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കളർ മാച്ച് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസാണ്. ചീപ്പായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് TPU കേസ് അല്ല, അത് മാറ്റി നല്ലൊരു ക്വാളിറ്റി കേസ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു, ബട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ലേശം മാറും. ഇതിൻ്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം. ഇതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം വെച്ചാൽ ഔട്ട്ഡോറിൽ പുറത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്ക്രീന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും. ഏകദേശം 2000 നിറ്റ്സിൻ്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഉണ്ട്. അതുകൊണ്ട് സ്ക്രീനിൻ്റെ വിസിബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ HDR കോണ്ടന്റുകളൊക്കെ കാണുന്നവർക്ക് 4500 വരെയും പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ബട്ട് പ്രാക്ടിക്കൽ യൂസിൽ ആ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡാണ് നമ്മൾ നോക്കുന്നത്. അത് 2000 നിറ്റ്സ് ഇസ് റിയലി യൂസ്ഫുൾ ഫോർ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നിക്കുന്നത് ഇതിൻ്റെ തിന്നായിട്ടുള്ള ബെസൽസ് ആണ്. എന്ത് കുട്ടി ബെസലാന്ന് അറിയോ, അത് ഈക്വൽ സൈസ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ബെസൽലെസ് ഫീൽ തരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. സോ 10/10 ഡിസ്പ്ലേ. ഇതൊരു 1 Hz to 120 Hz വരുന്ന LTPO പാനൽ കൂടിയാണ്. അതുകൊണ്ട് ഭയങ്കര പവർ എഫിഷ്യൻറ്റും ആണ്, എന്ന രസമാണ് കാണാൻ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അത്യാവശ്യം വലിയ വിരലുള്ളതുകൊണ്ട് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കുറച്ച് മുകളിലുള്ളതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ആൻഡ് ഇത് കറക്റ്റ് പൊസിഷനാണുള്ളത്. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. സോ അതിലും കോംപ്രമൈസ് ഇല്ല. സ്പീക്കർ പെർഫോമൻസ് എനിക്ക് കുറച്ച് ബേസി ആയിട്ട് തോന്നി. എന്നാൽ അത്യാവശ്യം ട്രബിളും ഉണ്ട്, ലൗഡും ആണ്. പൊതുവേ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റീരിയോ സ്പീക്കർ വരുമ്പോൾ ആ ഒരു സൗണ്ട് സെപ്പറേഷൻ ഇപ്പുറത്തെ സൈഡിൽ ചിലപ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും, ഇപ്പുറത്ത് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല കേട്ടോ. ഓൾമോസ്റ്റ് ഈക്വൽ സെപ്പറേഷൻ തന്നെയാണ്. ഒരു എന്താ പറയുക 50-40 എന്ന് വേണമെങ്കിൽ പറയാം. 50-50 എന്ന് പറയില്ല, 50-40 എന്ന് പറയാം. ബട്ട് സ്റ്റിൽ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ പോലെ തന്നെ പ്രാക്ടിക്കലി എന്നെ ആകർഷിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഏകദേശം 6500, കറക്റ്റ് പറയുകയാണെങ്കിൽ 6510 mAh ഒരു സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വൺസ് ഫുൾ ചാർജ് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫി ടെസ്റ്റ് ചെയ്തു, വീഡിയോഗ്രാഫി ടെസ്റ്റ് ചെയ്തു, ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്തു. നോർമൽ ഹെവി ആയിട്ടുള്ള യൂസ് നമ്മൾ ചെയ്താൽ പോലും ആ ഒരു ഡേ അവസാനിക്കുന്ന സമയത്ത് നമുക്കൊരു 20-30% ബാറ്ററി ബാക്കി ഉണ്ടാവും, ഹെവി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരു നോർമൽ മോഡറേറ്റ് യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസമൊക്കെ എളുപ്പമായിട്ട് പോകും. അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പിനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ടെൻഷൻ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞാൻ ഫോണിലൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചാർജ് വളരെ കുറവായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു വന്ന് തിരിച്ചു വന്ന് ഒരു 10% അത്രയുണ്ട്. എന്നിട്ട് കുറഞ്ഞ് ഏകദേശം 1% അടുത്താവാറ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് പെട്ടെന്ന് സേവ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ സാധനം ഓഫായി പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പോയത് ഒരു റെസ്ക്യൂ മോഡിലാണ്. 1% ആകുമ്പോൾ ഒരു റെസ്ക്യൂ മോഡിലേക്ക് പോകും. ആ ഒരു മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ എന്നിട്ട് പോവുക. ഇതിൻ്റെ കൂടെ 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ജസ്റ്റ് ചാർജർ കുത്തിക്കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞ ഫോൺ ഓണായ എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ചെയ്ത കാര്യങ്ങളൊക്കെ പോകുമെന്ന്. ഞാൻ കുത്തി എത്ര പെട്ടെന്നാണെന്ന് അറിയോ ചാർജ് ആവുന്നത്, ചട്ടപ്പടയെന്ന് ഫോൺ ചാർജ് ആവും. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 40 വാട്ട്സിൻ്റെ. സോ ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ഇനി ഇത്രയും രൂപ മുടക്കി ഫോൺ എടുക്കുന്ന സമയത്ത് ആൾക്കാരുടെ മൈൻഡിലുള്ളതാണ് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവും, പെർഫോമൻസിലായിരിക്കാം കോംപ്രമൈസ് ചെയ്യുന്നത്. ഈവൻ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. കാരണം മീഡിയാടെക്കിൻ്റെ Dimensity 9500 ചിപ്സെറ്റാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഉണ്ടല്ലോ ആ ഒരു 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ചിപ്സെറ്റ്. AnTuTu സ്കോറൊക്കെ നോക്കിയേ ഒരു രക്ഷയില്ലാത്ത AnTuTu സ്കോറാണ്. ബട്ട് സ്കോർസ് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ലാഗോ
ഗ്ലിച്ചോ ജിറ്ററിങ്ങോ ഒന്നും വന്നില്ല. ഈവൻ ക്യാമറ ഹെവി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പോലും നോ ഇഷ്യൂസ്. സൂപ്പർ പ്രോസസ്സർ. നിങ്ങൾക്ക് എന്ത് ഗെയിമിങ്ങോ എന്ത് പരിപാടി വേണമെങ്കിലും ഇന്നത് ചെയ്യാനായിട്ട് പറ്റും. കണ്ണും പൂട്ടി ചെയ്യാം, ഒരു ലാഗും ഇല്ല. കഴിഞ്ഞ കൊല്ലം വരെ X200 Pro ഇറങ്ങിയപ്പോൾ വരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രോ സംഭവമൊക്കെ നൈസാണ്, പക്ഷേ OS ഫൺ ടച്ച് OS ആണല്ലോ എന്നൊരു ഇതുണ്ടായി. പക്ഷേ ദിസ് ടൈം ഫൺ ടച്ച് OS മാറ്റിയിട്ട് ഒറിജിൻ OS ആക്കിയിട്ടുണ്ട്. ഒറിജിൻ OS ആക്കിയ പിന്നെ ഉണ്ടല്ലോ ഫോൺ ഉപയോഗിക്കാൻ ഒരു തൊരാന്നൊക്കെ പറയുമല്ലോ. അതായത് ഈവൻ ലോക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു ഫ്ലിപ്പ് കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് ഒരു ആനിമേറ്റഡ് ഫോട്ടോ ഒക്കെ വരുന്നത്. ആ ഫ്ലിപ്പ് കാർഡ് തൊട്ട് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന ആനിമേഷൻ തൊട്ട് ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി ഒരു പാരലൽ ബ്ലർ, പല സ്ഥലത്തുള്ള ആനിമേഷൻസിൻ്റെ റിഫൈൻമെൻ്റ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളാണ്, വളരെ അഡിക്റ്റീവായിട്ട് തോന്നും. അതിലുപരി അപ്ഡേറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിലോ 5 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 7 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും തരുന്നുണ്ട്. അവിടെയും ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഇവൻ ക്യാമറയെ പറ്റി സംസാരിക്കുന്നില്ല എന്ന്. എല്ലാവരുടെയും മൈൻഡിലുള്ള വിചാരം എന്താ വെച്ചാൽ X300 Pro അതൊരു ക്യാമറ ഫോണാണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫോണാണ് എന്നാണ്. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല. ഇതൊരു ക്യാമറ ഫോണല്ല. ഇത് ശരിക്കും പറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് വിത്ത് അടിപൊളി ക്യാമറ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇനിഷ്യൽ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇഷ്ടംപോലെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി. അതിനുശേഷവും ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തു. അതിൻ്റെ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. പ്രൈമറി 50 MP പുതിയ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻസർ, നൈസ് അടിപൊളിയായിട്ടുള്ള ഷോട്ട്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം വിവോയുടെ ആ ഒരു കളർ സിഗ്നേച്ചർ, കളർ ട്യൂണിങ്. ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ വിവോനെ എന്താ പറയുക, ഒരു ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് വിവോ. ആ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ബട്ട് എനിക്കിഷ്ടം 200 MP ആ ഒരു APO സെൻസറുള്ള ടെലിഫോട്ടോ ക്യാമറ തന്നെയാണ്. ടെലിഫോട്ടോ ക്യാമറ ഒരു എന്താ പറയുക, അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കണം. കുറേ ഫോട്ടോസ് കാണിച്ചു തരാം. എന്ത് രസമാണ് ഇങ്ങനെ പല മോഡുകൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് പല ടൈപ്പിൽ ഫോട്ടോ എടുക്കാം. ഈവൻ സൂപ്പർ മാക്രോ ഫോട്ടോ എടുക്കാം. ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കാൻ തോന്നും. സോ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി ഈ ഒരു ഫീലിംഗ് മനസ്സിലാവും. ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാനാണ് ഈ ഫോട്ടോ എടുത്തത് എന്നൊരു തോന്നൽ വരില്ലേ, അത് ഇതിൽ വരും. ഈവൻ ഫ്ലാഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ഉണ്ട്. ഇപ്പോൾ 24 mm എടുക്കുമ്പോൾ മുകളിലത്തെ ഫ്ലാഷ് കത്തും. ഇപ്പോൾ 85 mm എടുക്കുമ്പോൾ താഴത്തെ ഫ്ലാഷ്. ഇങ്ങനെ ഫ്ലാഷിൽ പോലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നോട്ടീസ് ചെയ്യണം. പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ടത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷട്ടർ സ്പീഡ്. ഇതിനകത്തൊരു സ്നാപ്ഷോട്ട് മോഡുണ്ട്. ഞാൻ ഒരു കല്യാണത്തിന് പോയി, അത്യാവശ്യം ബാക്കിലാണ് ഞാൻ ഇരുന്നത്, സ്റ്റേജ് ഫ്രണ്ടിലാണ്. ബ്രൈഡ് വരുന്നുണ്ടായി. ബ്രൈഡ് വന്നുകൊണ്ടിരുന്നപ്പോൾ ബ്രൈഡിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂവിങ് സബ്ജക്റ്റിന് ഞാൻ സ്നാപ്ഷോട്ട് മോഡിലിട്ട് ഫോട്ടോ എടുത്തപ്പോൾ എത്ര ഷാർപ്പായിട്ടാണ് ആളുടെ ഫോട്ടോ കിട്ടിയേക്കിട്ട് നോക്കിയത്. ഞാൻ ഒരു ടെലിഫോട്ടോ ക്യാമറയിൽ ദൂരെ നിന്ന് സൂം ചെയ്തെടുത്ത ഫോട്ടോ ആണ്, എന്നിട്ട് പോലും. സോ ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറ, അതായത് 85 mm ആണ് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട്. 85 mm എന്ന് പറയുമ്പോൾ ഒരു 3.5x, അതായത് വളരെ ബാക്കിലും പോകേണ്ട, വളരെ അടുത്ത് നിൽക്കേണ്ട, ഒരു പെർഫെക്റ്റ് പ്രൊപ്പോർഷൻ ഹ്യൂമൻസിൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോക്കൽ ലെങ്ത് ആണ്. ആൻഡ് സൈസിൻ്റെ ട്യൂണിങ് അടിപൊളിയാണ്. പിന്നെ വേറെ സാധനമുണ്ട്, സൈസിൻ്റെ മിറോട്ടാർ എന്ന് പറഞ്ഞ പോർട്രേറ്റ്. ഇത് പൊതുവെ ആനിമൽസിനെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇത് കുറച്ച് ഫോട്ടോസ് കാണിച്ചത്. ഇത്തരത്തിലൊരു പ്രത്യേകം ബൊക്കെ വരുന്ന ഒരു മോഡാണ്, നല്ല രസമാണത്. പിന്നെ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി, ഇപ്പോൾ ലാൻഡ്സ്കേപ്സ് ഒക്കെ ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതിനകത്ത് AI ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട്. ആ മോഡ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ആ ഒരു AI ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഡിഫറെൻറ്റ് എന്താ പറയുക സീസൺസ്, അതേപോലെ പീരീഡ്സ്, റീജിയൻസ്, ഇതൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ AI ഉപയോഗിച്ച് വരുത്താൻ പറ്റും. അത് ഒരു ഫണ്ണായിട്ടുള്ളൊരു മോഡാണ്. പിന്നെ പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് ഫോട്ടോഗ്രാഫി ഫോണാണ്, സോ വീഡിയോഗ്രാഫിയിൽ പുറകിലാണ് എന്ന്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. വീഡിയോഗ്രാഫിയിൽ ഒരു കുഴപ്പവും എനിക്ക് തോന്നിയില്ല. കൺസിഡറിങ് ഞാൻ ഒരു S25 Ultra, അതേപോലെ ഈവൻ iPhone 17 Pro Max ഒക്കെ യൂസ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഐ ഫെൽറ്റ് നത്തിങ് ബാഡ്. കാരണം ഈവൻ ടെലിഫോട്ടോ ക്യാമറയിൽ പോലും നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്, നല്ല ഔട്ട്പുട്ട്സ് വരുന്നത്. ഈവൻ ഡോൾബി വിഷനിൽ 120 frames/second വീഡിയോ എടുക്കാനായിട്ട് വരുന്നുണ്ട്. അമേസിങ്. എന്താ പറയുക, സ്പെസിഫിക്കേഷൻ വൈസ് മാത്രമല്ല ഔട്ട്പുട്ട് വൈസും അടിപൊളിയാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ, ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ എന്നുള്ള രീതിക്ക് ഇതിനെ കൺസിഡർ ചെയ്യരുത്. ശരിയാണ്, പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ തന്നെയാണ്. ഒരു ഫോട്ടോഗ്രാഫി ഒരു പരിചയമില്ലാത്ത ആൾ ഇതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും. പക്ഷേ ഇതിനൊരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഇതിനൊന്ന് പഠിക്കുക. അതായത് ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ വെച്ച് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇതിനുള്ളിലുള്ള ഓരോ കുഞ്ഞു ഫീച്ചേഴ്സും നിങ്ങൾ എന്താണ് സാധനം എന്ന് മനസ്സിലാക്കി ഇതിൽ ഫോട്ടോ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഫോൺ അല്ലാണ്ട് വേറൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അയ്യോ ആ മോഡ് ഇതിനകത്തില്ലേ, ഈ മോഡ് ഇതിനകത്തില്ലേ, ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഫീല് വരും. കാരണം അത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ. ബട്ട് ഒരു വലിയ പ്രോ ടിപ്പ് ഞാൻ തരാം. ഇതിന് ക്യാമറ മോഡിൽ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് നിങ്ങൾ നോർമലി ഫോൺ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വിരൽ ഇതിൻ്റെ മുകളിൽ വെക്കും.
അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ലെൻസ് ഒന്ന് ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഫോട്ടോ എടുക്കുക. എന്നാലേ നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട്സ് വരുള്ളൂ. പിന്നെ ഫോക്കൽ ലെൻസിൻ്റെ കാര്യം ഓർക്കുക. അത് 24mm എടുക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ. അതിനെ കുറച്ച് ക്രോപ്പ് ചെയ്തിട്ടാണ് 35mm, കുറച്ചുകൂടി ക്രോപ്പ് ചെയ്തിട്ടാണ് 50mm വരുന്നത്. പിന്നെ അവിടെ നിന്ന് 85mm പോകുമ്പോഴാണ് ആ ഒരു 200 മെഗാപിക്സലിൻ്റെ APO ടെലിഫോട്ടോ ക്യാമറയിലേക്ക് പോകുന്നത്. സോ നിങ്ങൾക്കൊരു പ്രോപ്പർ ടെലിഫോട്ടോ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ 85mm ഓർ എബോവ് അതിന് മുകളിൽ എടുക്കുന്നതായിരിക്കും പെർഫെക്റ്റ്. പിന്നെ പോരായ്മകൾ ഒട്ടുമില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോണാണ് എന്ന് ഞാൻ പറയില്ല. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കും. എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾ കുറേ പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ ഇമേജിങ് ചിപ്പ് ഉണ്ട്, VS1 എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ നോർമലി എടുക്കുമ്പോൾ പ്രോസസ്സറാണല്ലോ ഈ ഫോട്ടോ ഒക്കെ പ്രോസസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സറും കൂടി ഉണ്ട്. അതുകൊണ്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ 2 ഫോട്ടോ ക്ലിക്ക് ചെയ്ത് 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സിങ് ഒന്ന് ആവട്ടെ, ആയിക്കഴിഞ്ഞാണ് ആ ഒരു ഫോട്ടോൻ്റെ മാജിക് പുറത്തേക്ക് വരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും ബിഗിനർ ആണെങ്കിൽ ആദ്യമായിട്ട് ഈ ഫോൺ മേടിച്ചിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാംത്ത് ചിലപ്പോൾ ഫീൽ ചെയ്യും, വിച്ച് ഇസ് ടോട്ടലി നാച്ചുറൽ. കാരണം ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത്, എസ്പെഷ്യലി ഔട്ട്ഡോഴ്സിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഫോട്ടോ എടുക്കുവാണെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ചെറിയൊരു വാംത്ത് ആവും. ദാറ്റ് ഈസ് നോർമൽ. വാംത്ത് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂളാവും. കൂളിംഗ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ കൂളാവും. ബട്ട് ആ ഒരു വാംത്ത് അത് നോർമലാണ്. സോ ഫൈനൽ വേർഡിക്റ്റ്, ഈ ഫോൺ ആർക്ക് വേണ്ടിയാണ്? നിങ്ങളൊരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി എന്തൂസിയാസ്റ്റാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടൊരു ത്വരയുണ്ട്, ഫോട്ടോ എടുക്കാൻ അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റണം എന്നൊക്കെ തോന്നുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഫോൺ കണ്ണും പൂട്ടിയെടുക്കാം. ഇപ്പോൾ DSLR ലെവലിൽ ഫോട്ടോസ് എങ്ങനെ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവരാനായിട്ട് പറ്റും, അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ മാനുവൽ മോഡ് ഇട്ടിട്ട് തന്നെ എങ്ങനെ ട്വീക്ക് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഫോൺ 1 ലക്ഷം രൂപയ്ക്ക് വർത്താണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, ബാറ്ററിയുടെ കാര്യത്തിൽ അത്യുഗ്രം ബാറ്ററി, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ലാഗില്ല, ഗ്ലിച്ചില്ല, യാതൊരു പ്രശ്നവുമില്ല. ക്യാമറയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കിട്ടാവുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് അത്യാവശ്യം നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അവരെക്കാളും. സോ 1 lakh നിങ്ങളിതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഒരു പ്രശ്നവും ഇല്ല. ഡെഫിനറ്റ്ലി ആ ഒരു പ്രൈസിന് ഇത് വർത്ത് ആയിട്ടുള്ള ഫോണാണ്. സോ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഗ്രേറ്റ്. പക്ഷേ ഫോട്ടോഗ്രാഫി മാസ്റ്റർ ചെയ്യണം എന്നൊക്കെ ഒരു ചിന്താഗതി ഉള്ള ആളാണെങ്കിൽ ദിസ് ഈസ് ദ വൺ യു ഷുഡ് ഗോ. പക്ഷേ ക്ലീനിങ് ക്ലോത്ത് കയ്യിൽ വെക്കാൻ മറക്കണ്ട, ലെൻസ് ക്ലീൻ ചെയ്ത ശേഷം ഫോട്ടോ എടുക്കുക. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.